നടി ശ്വേത മേനോനെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തിയെന്നാരോപിച്ച് മാർട്ടിൻ മേനാച്ചേരിക്കെതിരെ പരാതി. ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ലൈംഗിക സൈറ്റുകൾ പ്രചരിപ്പിച്ചു. ഹൈക്കോടതി പരിസരത്ത് വെച്ച് ലൈംഗിക വീഡിയോകൾ കണ്ടു എന്നും സിനിമാ നിരൂപകനായ സുധീഷ് പാറയിൽ നൽകിയ പരാതിയിൽ പറയുന്നു. വിവരങ്ങളുമായി മുഹസീന അസുണ്ട്. മുഹസീന, ഇതോടൊപ്പം തന്നെ ഈ പരാമർശം, മാർട്ടിൻ മേനാച്ചേരിയുടെ പരാമർശം വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ പരാതി വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ പരാതിയിൽ പറയുന്നത്? ഹരിഗോവിന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്വേത മേനോനെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താനാണ് ഇത്തരത്തിൽ ശ്വേത മേനോനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. അതായത് അവർ നേരത്തെ അഭിനയിച്ച സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയ പല സിനിമകളിലും അശ്ലീല രംഗങ്ങളുണ്ട്. അത് ബോൺസെറ്റുകളിൽ പ്രചരിക്കുന്നുണ്ട്. അത്തരം സിനിമാ രംഗങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിക്കുന്നു എന്നുള്ള ഒരു കാരണം പറഞ്ഞായിരുന്നു മാർട്ടിൻ മേനാച്ചേരി പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും ഇത് മനഃപൂർവ്വം ശ്വേത മേനോനെ അപകീർത്തിപ്പെടുത്തുക ഉദ്ദേശിച്ചാണ് ഇത്തരത്തിലൊരു പരാതി മാറ്റി നൽകിയിരിക്കുന്നത് എന്നാണ് സിനിമാ നിരൂപകനായ സുധീഷ് പാറയിൽ നൽകിയിരിക്കുന്ന പരാതി പറയുന്നത്. ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ലൈംഗിക സൈറ്റുകൾ, അതായത് ഈ ശ്വേതയ്ക്കെതിരെ പരാതി നൽകുക എന്നതിലൂടെ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ലൈംഗിക സൈറ്റുകൾ പ്രചരിപ്പിക്കുക കൂടിയാണ് മേനാച്ചേരി ചെയ്തിരിക്കുന്നത്. ഹൈക്കോടതി പരിസരത്ത് വെച്ച് ലൈംഗിക വീഡിയോകൾ കണ്ടു എന്നും പരാതിയിൽ പറയുന്നുണ്ട്. എന്താണെങ്കിലും എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത്. നിലവിൽ പരാതിയിൽ കേസ് എടുത്തിട്ടില്ല. മറ്റ് നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ശരി.